ഷൈനിബിന്ദുസ് വേൾഡ്. നമുക്ക് എങ്ങനെ ഇന്നൊരു സൺസ്ക്രീൻ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന സൺസ്ക്രീൻ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. അതും മാത്രമല്ല നമ്മളിന്ന് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിന്ന് സൺസ്ക്രീൻ ചെയ്യാൻ പോകുന്നത്. ഓയിലി സ്കിന്നുകാർക്കും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ അതിനകത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഭാവിയിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 15 ഗ്രാം ബാച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അപ്പോൾ ഞാനിങ്ങനെ അലോവേര ജെൽ എടുത്തിട്ടുണ്ട്, ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് 35 ഗ്രാം ആണ്. നമുക്കിവിടെ 35 ഗ്രാം മെഷർ ചെയ്തെടുക്കാം. ഞാൻ 35 ഗ്രാം അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ക്രീമാണ്, ഏത് മോയ്സ്ചറൈസിങ് ക്രീമോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ക്രീമാണ്. ഇത് നമ്മൾ പോയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് മോയ്സ്ചറൈസർ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് 13 ഗ്രാം, അതായത് 13 ഗ്രാം ക്രീമാണ് നമുക്ക് വേണ്ടത്. ഇത് നിങ്ങൾക്ക് ക്രീം മാത്രമായിട്ടും എടുക്കാൻ വേണമെങ്കിൽ ക്രീം മാത്രമായിട്ട് എടുത്തും നമുക്ക് സൺസ്ക്രീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ അലോവേര ജെല്ലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അലോവേര ജെല്ലൂടെ ആഡ് ചെയ്യുമ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് നമുക്ക് സെറ്റ് ആവും. നമ്മുടെ സൺസ്ക്രീൻ ഒന്ന് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ അലോവേര ജെല്ല് കൂടെ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും ക്രീം വെച്ചും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 13 ഗ്രാം ഇട്ട് കൊടുക്കുകയാണ്. തേർട്ടീൻ ഗ്രാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ അലോവേര ജെല്ലും ക്രീമും എല്ലാം ഒന്ന് ബ്ലെൻഡായി നമുക്കൊരു ക്രീം ബേസായിട്ട് വരണം. ആ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡിയാണ്. ക്രീം ബേസ് കണ്ടോ, ശരിക്കൊരു ക്രീമി കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിലി സ്കിന്നുകാർക്ക് എല്ലാവർക്കും ധൈര്യപൂർവ്വം യൂസ് ചെയ്യാം. കാരണം നമ്മളിത് കൂടുതൽ അലോവേര ജെല്ലും മോയ്സ്ചറൈസിങ് ക്രീമാണ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് സിങ്ക് ഓക്സൈഡ് പൗഡറാണ്. ഇത് എല്ലാ സൺസ്ക്രീനിലും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് സിങ്ക് ഓക്സൈഡ് പൗഡർ. ഇത് നമുക്ക് SPF തരും. 50 ഗ്രാം ബാച്ചാണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് സിങ്ക് ഓക്സൈഡ് വേണ്ടത് 0.50 ഗ്രാം ആണ്. അപ്പോൾ ഇത് സിങ്ക് ഓക്സൈഡ് പൗഡർ നമ്മുടെ എല്ലാ സൺസ്ക്രീനും യൂസ് ചെയ്യുന്നതാണ്. 0.50 ഗ്രാം ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ടൈറ്റാനിയം ഡയോക്സൈഡാണ്. അതും SPF നമുക്ക് തരുന്നതാണ്. അപ്പം അതും എല്ലാ സൺസ്ക്രീനിലൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വേണ്ടത് 0.50 ഗ്രാം ആണ്. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 0.50 ഗ്രാം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. കാരണം ഇത് മിക്സ് ചെയ്യാൻ, ഈ ടൈറ്റാനിയം ഡയോക്സൈഡും സിങ്ക് ഓക്സൈഡും മിക്സ് ചെയ്യാൻ അളവിന് നിങ്ങൾ ഗ്ലിസറിൻ എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൈം ആവും മിക്സ് ആവാൻ. ടൈറ്റാനിയം ഡയോക്സൈഡും സിങ്ക് ഓക്സൈഡും ഒക്കെ മിക്സ് ആവാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ ക്രീം ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് വേണ്ടത് ടൈറ്റാനിയം ഡയോക്സൈഡും സിങ്ക് ഓക്സൈഡും 1 ഗ്രാം ആണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. അതായത് 50 ഗ്രാം ക്രീമിൽ 1 ഗ്രാം സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഡയോക്സൈഡും ചേർത്ത് ഇടാനുള്ളത്. അപ്പോൾ നമ്മുടെ സൺസ്ക്രീൻ ഇവിടെ റെഡിയാണ്. കണ്ടോ, എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പ്രിസർവേറ്റീവ് ആണ്. നമ്മൾ ആൾറെഡി ക്രീമിലും ജെല്ലിലും ഒക്കെ പ്രിസർവേറ്റീവ് ഉണ്ട്. എന്നാലും നമ്മളിപ്പോൾ ടൈറ്റാനിയം ഡയോക്സൈഡും സിങ്ക് ഓക്സൈഡും ഒന്ന് ആഡ് ചെയ്തുകൊണ്ട് ഒരു 2 തുള്ളി പ്രിസർവേറ്റീവ് നമ്മുടെ ഫിനോക്സി എത്തനോൾ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൺസ്ക്രീൻ ഇവിടെ റെഡിയാണ്. ആൾറെഡി ഇനി നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ എസെൻഷ്യൽ ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം ആൾറെഡി ക്രീമിലൊക്കെ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഞാൻ ആൾറെഡി അലോവേര ജെല്ല് വെച്ചിരുന്ന കണ്ടെയ്നർ കാലിയായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മുടെ സൺസ്ക്രീൻ ഇവിടെ റെഡിയാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇത് അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തത് കൊണ്ട് തന്നെ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുന്നതിന് മുമ്പ് ഫേസെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമ്മൾ പുറത്ത് പോകുന്നതിന് 1/4 മണിക്കൂറിന് മുമ്പെങ്കിലും അപ്ലൈ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. അപ്ലൈ ചെയ്തിട്ട് ഉടനെ പുറത്ത് പോയാൽ നമുക്ക് ആ ഒരു സൺസ്ക്രീനിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഞാനിവിടെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, കൈ ഇങ്ങനെ എടുക്കുക, ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് നമുക്ക് ബ്ലെൻഡായി പോകും. അങ്ങനെ വൈറ്റ് കാസ്റ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും വരില്ല. കാരണം ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ബ്ലെൻഡായി പോകും. എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്കിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.